ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആദ്യം തന്നെ ആ വെബ്സൈറ്റ് എന്ത് രജിസ്റ്റർ ചെയ്യണം? ഡൊമൈൻ രജിസ്റ്റർ ചെയ്യണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ internetlleadstraining.com, ദാറ്റ്സ് എ ഡൊമൈൻ. ഞാനിത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാ. നിങ്ങൾ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്ത് ഡൊമൈൻ ആണ് രജിസ്റ്റർ ചെയ്യാൻ പോകണം, അത് ചെക്ക് ചെയ്യണം ആദ്യം. ആ ഡൊമൈൻ അവൈലബിൾ ആണോ അല്ലേന്ന് അറിയണം. ശരിയല്ലേ? നിങ്ങൾക്ക് ഒരു ഡൊമൈൻ ഇഷ്ടപ്പെട്ടു, ആ ഡൊമൈൻ അവൈലബിൾ ആണോ അല്ലേന്ന് നിങ്ങൾക്ക് അറിയണം. ക്ലിയർ ആയോ? അപ്പൊ എവിടെയാണ് ഡൊമൈൻ അവൈലബിൾ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യണത്? എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോണേ. google.com എടുക്കാം, ഗോഡാഡിന്ന് സെർച്ച് ചെയ്യാം. ഗോഡാഡി. ഇവിടെ ഡൊമൈൻസ് ഉണ്ടോ? അതിന്മേൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന് ഡൊമൈൻ വേണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേരിൽ ഒരു ഡൊമൈൻ വേണം എന്ന് വിചാരിക്കാം. ഈ മറ്റേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ .blogspot ഉണ്ടാവും. അത് ഫ്രീ ആയതുകൊണ്ട് അവരുടെ ഒരു പേരുണ്ടാവും. ഫ്രീ അല്ലാത്തതിന് പൈസ കൊടുക്കണം. ഇപ്പൊ എന്റെ പേരാണ് jitojos.com ഡൊമൈൻ ഉണ്ടോ നമുക്ക് നോക്കാം. കണ്ട, jitojos.com ഡൊമൈൻ ഈസ് അവൈലബിൾ. ഓക്കെ, എനിക്ക് ഈ ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാം. അതിന് 499 രൂപ കൊടുത്താൽ മതി ഒരു ഇയർ. ഇവിടെ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. ഇങ്ങനെയാണ് ഡൊമൈൻ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി, ഈ വെബ്സൈറ്റിൽ ഈ നമ്മള് അത് കഴിഞ്ഞിട്ട് സാധാരണ ഇപ്പൊ ബ്ലോഗ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡൊമൈൻ ഒന്നും വേണ്ട, നമുക്ക് ഫ്രീ ആണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതെങ്കിലും കമ്പനിനെ കൊണ്ട് നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ വെബ്സൈറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് എന്ത്? സെർവർ. അപ്പൊ സാധാരണ നിങ്ങൾക്ക് ഇപ്പൊ ഒരു വെബ്സൈറ്റ് വേണം. അപ്പൊ ഒരു 5 പേജുള്ള സൈറ്റ് ഒക്കെ ആണെങ്കിൽ ഒരു സാധാരണ ഒരു മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത്, സെർവർ കോസ്റ്റ് എന്ന് പറയുന്നത് 2000 rupees ഒക്കെ ആയിരിക്കും പെർ ഇയർ. അപ്പൊ ഒരു സെർവറിന് 2000, നിങ്ങളുടെ ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാൻ 500, പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചെറിയ ഫ്രീലാൻസറെ കൊണ്ടൊക്കെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞ് 10,000-2500 രൂപയ്ക്ക് സൈറ്റ് കിട്ടും. 5000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളുടെ സ്വന്തം പേരിൽ ഡൊമൈൻ നമുക്ക് കിട്ടി ലൈവ് ആവും. വൺസ് നമ്മുടെ വെബ്സൈറ്റ് റെഡി ആയാൽ ഇനിയാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യണേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണേ.